നമസ്കാരം. ഇന്ന് രേവതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുമാണ് പറയുന്നത്. നക്ഷത്രത്തിൽ 27ാമത്തെ രേവതി മീനം രാശിയെ പ്രതിനിധീകരിക്കുന്നു. ദശാനാഥൻ ബുധനാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സ്വഭാവികളും ആത്മാർത്ഥതയുള്ളവരുമായിരിക്കും. നല്ല പോലെ സംസാരിക്കാനും പെരുമാറാനും ഇവർക്ക് നല്ല വശമായിരിക്കും. ഇവർ ആരെയും വിശ്വസിക്കാത്തവരാണ്. തികഞ്ഞ സ്വാതന്ത്ര്യ ബുദ്ധികളും സ്വാതന്ത്ര്യ പ്രേമികളുമാണ് ഇവർ. ആരെങ്കിലും ഇവരെ ചോദ്യം ചെയ്യുന്നത് ഇവർ സഹിക്കാറില്ല. രേവതി നക്ഷത്രക്കാർക്ക് മനഃശക്തി കുറവാണ്. ഹൃദയ ചാഞ്ചല്യം ഇവർക്ക് കൂടുതലായി കാണപ്പെടുന്നു. രഹസ്യം സൂക്ഷിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയില്ല. പാണ്ഡിത്യത്തിലും ഗവേഷണത്തിലും മുൻപന്തിയിലാണ് ഇവർ. ശാസ്ത്രീയവും കലാപരവുമായ കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ പുരോഗമിക്കാറുണ്ട്. മുൻകോപം കുറച്ച് കൂടുതലാണ്. സ്വന്തം അഭിപ്രായത്തെയാണ് ഇവർ മാനിക്കുക. സ്ഥലകാല ബോധമില്ലാതെ ആദർശത്തിൻ്റെ പേരിൽ ഇവർ നന്നായി ക്ഷോഭിക്കും. ഈശ്വരഭക്തിയുള്ളവരാണ് ഈ നക്ഷത്രക്കാർ. ദൈവാനുഗ്രഹം ഇവർക്കുണ്ട്. ഇവർ മാന്യമായ ജീവിതമാർഗം സ്വയം സൃഷ്ടിക്കുന്നവരാണ്. ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഇവർ നേരിടാറുണ്ട്. രേവതി നക്ഷത്രക്കാർ നാടും വീടും വിട്ട് ഇവരിൽ ചിലർ വിദേശത്ത് കഴിയുന്നവരാണ്. സ്വപ്രയത്നം കൊണ്ട് ഇവർക്ക് പുരോഗതി ഉണ്ടാവാറുണ്ട്. ആരോഗ്യത്തിൽ ഇവർ ശ്രദ്ധിക്കാറില്ല. ശിരോരോഗം, ദന്തരോഗം ഇവയെ ശ്രദ്ധിക്കേണ്ടതാണ്. 50 വയസ്സ് വരെ ഇവർക്ക് ജയാപജയങ്ങളുടെ കാലഘട്ടമാണ്. 50-ന് ശേഷം സ്വസ്ഥമായ ഒരു ജീവിതമാർഗം ഇവർക്കുണ്ടാകാറുണ്ട്. വിവാഹ ജീവിതത്തിൽ ഈ നക്ഷത്രക്കാർ അനുഗ്രഹീതരാണ്. മനസ്സിന് ചേർന്നതും സൗമ്യമായ സ്വഭാവമുള്ളതുമായ ഭാര്യമാരെയാണ് ഇവർക്ക് കിട്ടുന്നത്. ഇവരുടെ പ്രത്യേകത നല്ല സ്വഭാവവും പെരുമാറ്റവും കാരുണ്യവുമുള്ള മനോഭാവവുമാണ് ഇവർക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവർ ഉയരങ്ങളിൽ എത്താറുണ്ട്. സന്താന ഗുണമുള്ളവരാണ് ഇവർ. ഇനി ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് നോക്കാം. സുന്ദരികളും സുശീലകളുമായിരിക്കും ഈ സ്ത്രീകൾ. നല്ല മാന്യമായ പെരുമാറ്റവും സ്വഭാവവുമാണ് ഇവർക്കുണ്ടായിരിക്കുക. ഇവർ അഭിമാനികളായിരിക്കും. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മാർത്ഥതയും ധർമ്മബോധവും ഉള്ളവരാണ് ഈ സ്ത്രീകൾ. വ്രതാനുഷ്ഠാനങ്ങളും ഈശ്വരഭക്തിയും ഇവർക്ക് കൂടുതലാണ്. സന്താനഭാഗ്യവും കാണപ്പെടുന്നു. ശുദ്ധഹൃദയമുള്ളവരാണ് ഈ സ്ത്രീകൾ. ഏർപ്പെടുന്ന എല്ലാ മേഖലയിലും ഇവർ നന്നായി ശോഭിക്കാറുണ്ട്. പതിഭക്തി ഇവർക്ക് കൂടുതലാണ്. ഇനി പ്രതികൂല നക്ഷത്രങ്ങൾ ഏതെല്ലാം നോക്കാം. ഭരണി, രോഹിണി, തിരുവാതിര എന്നിവ പ്രതികൂല നക്ഷത്രങ്ങളായി കാണപ്പെടുന്നു. ഇനി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നോക്കാം. രേവതി, ആയില്യം, തൃക്കേട്ട നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനത്തിനും പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നതിനും ഉചിതമായി കാണുന്നു. ബുധനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ഉത്തമമാണ്. രാശ്യാധിപൻ വ്യാഴം. അതുകൊണ്ട് തന്നെ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉചിതമാണ്. ബുധനും രേവതിയും വരുന്ന ദിവസം പ്രാധാന്യത്തോടെ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. മഞ്ഞ, പച്ച നിറങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായി കാണുന്നു. ഈ നക്ഷത്രത്തിൻ്റെ മൃഗം ആന, വൃക്ഷം, ഇരിപ്പ, ദേവഗണം, സ്ത്രീയോനി, പക്ഷി, മയിൽ, ഭൂതം, ആകാശമാണ്. ദശാനാഥൻ ബുധനായതുകൊണ്ട് തന്നെ ബുധൻ്റെ ഒരു സ്തോത്രം ജപിക്കാവുന്നതാണ്. പീതാംബര പീതവബുഹു പീതധ്വജരഥസ്ഥിത പീയൂഷരശ്മീതനയ പാതുമാം സർവദാ ബുധ. രേവതി നക്ഷത്രക്കാർ ബുധനെ സ്മരിക്കുന്നതും ജപിക്കുന്നതും വളരെ ഉത്തമമായി കാണുന്നു. ഓരോ നക്ഷത്രത്തിൻ്റെയും പൊതുവായ സ്വഭാവങ്ങളാണ് ഇത്രയും ദിവസം പറഞ്ഞിട്ടുള്ളത്. ഇത് എല്ലാവർക്കും ശരിയായിക്കൊള്ളണം എന്നില്ല. ചിലർക്ക് ശരിയാകും. കൂടാതെ ജനന സമയവും ജാതകവും എന്നിവ പരിശോധിക്കുമ്പോഴാണ് ശരിയായ ഫലം കാണുന്നത്. എല്ലാവർക്കും നന്ദി. അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വരാം. ഓക്കെ, ശുഭം.